പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, ശത്രു സൈന്യത്തിൻ്റെ പക്ഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ജീവനുള്ള ദൈവം ഇന്ന് പകൽക്കാലവും നമ്മോട് സംസാരിക്കുന്നു. അതെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് ഉണർത്തിയ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 11-ാം വചനം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. സ്തോത്രം. Acts chapter 12 verse 11. Then Peter came to himself and said, "Now I know without a doubt that the Lord has sent his angel and rescued me from Herod's clutches and from everything the Jewish people were hoping would happen." Amen. Praise the Lord. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന്, ആമേൻ, സ്തോത്രം, അദ്ദേഹം പറയുന്നു, ഞാൻ ഇപ്പോൾ വാസ്തവമായ ഒരു കാര്യം അറിയുന്നു. അത് മറ്റൊന്നുമല്ല, യേശു കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു. അതെ, നാം ആരാധിക്കുന്ന ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 എബ്രായ ബാലന്മാർ ജീവനുള്ള ദൈവത്തിനായി തീരുമാനത്തോടെ ഉറച്ചു നിന്നപ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്നും, എരിയുന്ന തീച്ചൂളയിൽ നിന്നും ആ എബ്രായ ബാലന്മാരെ ജീവനുള്ള ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ചു. സ്തോത്രം. അതുപോലെ തന്നെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ നിന്നും ദാനിയേൽ വിടുവിക്കപ്പെട്ടവനായി പുറത്തു വന്നു. ജോസഫിനെ കാരാഗൃഹത്തിൽ വലിച്ചെറിഞ്ഞു. ആമേൻ, സ്തോത്രം. പൊട്ടക്കിണറ്റിലിട്ടു, പൊട്ടക്കുഴിയിലിട്ടു. യെരമ്യാ പ്രവാചകൻ, ആമേൻ, സ്തോത്രം, ആഴമുള്ള കിണറ്റിൽ വീഴുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ തൻ്റെ ഭക്തന്മാരെ ദൈവം വിടുവിച്ചു. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കും മുൻപേ ശത്രുവിൻ്റെ കയ്യിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച് കൊടുക്കുകയില്ല. സ്തോത്രം. യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിട്ട് സാത്താൻ മുഖാന്തരം ചില ശോധനകളും വേദനകളും യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ പ്രാണനെ തൊടുവാൻ ദൈവം അനുവാദം കൊടുത്തിരുന്നില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയുന്നത്? അതേ 12-ാം അധ്യായം 1-ാം വചനത്തിൽ നാം വായിക്കുന്നു, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. ആമേൻ. അപ്പോൾ ശത്രുവിൻ്റെ കൈ ഇവിടെ നീട്ടപ്പെട്ടു, സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. അങ്ങനെ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. സ്തോത്രം. പത്രോസിനെയും പിടിച്ചു. അപ്പോൾ ശത്രുവിൻ്റെ കൈ പലരെയും പിടിച്ചു, പലരുടെയും ജീവിതം അവിടെ അവസാനമായി. അതുപോലെ തന്നെയാണ് അതേ ഉദ്ദേശത്തോടെ പത്രോസിനെ പിടിക്കുന്നു. എന്നാൽ പത്രോസിനെ കൊന്നുകളയുവാൻ, ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചിരുന്നതിൻ്റെ തലേ രാത്രിയിൽ യഹോവയുടെ ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി വന്ന്, അവൻ, സ്തോത്രം, പത്രോസിനെ ശക്തീകരിച്ച് 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിലും കടത്തി പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. പട്ടണത്തിൻ്റെ നടുവിൽ നിർത്തി. സ്തോത്രം. തെരുവ് കടന്നു. ആമേൻ. 2-ാമത് നാം വായിക്കുന്ന യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിലെന്നും ഹെരോദ രാജാവ് കൈനീട്ടി സഭയിൽ ചിലരെ പീഡിപ്പിച്ചപ്പോൾ അതിൻ്റെ 3-ാം വചനത്തിൽ വായിക്കുന്നു, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ചു. അപ്പോൾ യഹൂദന്മാർക്ക് പ്രസാദമായി, ദൈവനാമത്തിനു വേണ്ടി നിൽക്കുന്ന തൻ്റെ ഭക്തന്മാരെ പീഡിപ്പിക്കുന്നതും കൊന്നുകളയുന്നതും ഈ യഹൂദാജനത്തിന് അത് പ്രസാദമായെന്ന് കണ്ടിട്ടാണ് പത്രോസിനെ പിടിച്ചത്. എന്നിട്ട് ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചിരുന്ന എൻ്റെ തലയിൽ രാത്രിയിലാണ് ദൂതൻ ഇറങ്ങിയത്. അപ്പോൾ യഹൂദാജനം
ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു അവർക്ക്. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്. ജൂയിഷ് പീപ്പിൾ വെയർ ഹോപ്പിംഗ് വുഡ് ഹാപ്പൻ. ഇത് തന്നെയാണ് ഇനിയും പത്രോസിൻ്റെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്നത്. യാതൊരു മാറ്റവുമില്ല. കാരണം മറ്റ് സഭയിൽ ചിലരെ പീഡിപ്പിച്ച അതേ കരം തന്നെയാണ് നീട്ടി പത്രോസിനെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായി യാക്കോബിൻ്റെ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ കൊന്നുകളഞ്ഞതുപോലെ പത്രോസിനെ കൊന്നുകളയും. ഇത് തന്നെയായിരുന്നു യഹൂദാജനത്തിൻ്റെ പ്രതീക്ഷ. ഞങ്ങളുടെ മുൻപിൽ ഈ പത്രോസിനെയും ചങ്ങലകൾ ബന്ധിച്ചവനായി കൊണ്ടു നിർത്തും, അത് കഴിഞ്ഞ് ഞങ്ങളുടെ മുൻപിൽ വെച്ച് കൊന്നുകളയും. സ്തോത്രം. ഈ പ്രതീക്ഷയോടെയിരുന്ന യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം തൻ്റെ ദൂതനയച്ച് പത്രോസിനെ വിടുവിച്ചു. കാരണം ഇത്രയും യഹൂദാജനം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നാലും സ്തോത്രം അതിൻ്റെ 5-ാം വചനത്തിൽ വായിക്കുന്നു, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരു വലിയ കൂട്ടം ജനം സ്തോത്രം പത്രോസിൻ്റെ തകർച്ച കാണുവാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, അവസാനം കാണുവാൻ നോക്കിയിരിക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടം ജനം, ഒരു സഭ പത്രോസിന് വേണ്ടി സ്തോത്രം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവ് യഹൂദാജനത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് സ്തോത്രം ഭംഗം വരുത്തി. ഹല്ലേലൂയ. സ്തോത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സഭയുടെ മുൻപിൽ പത്രോസിനെ കൊണ്ടുവന്ന് നിർത്തി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ശത്രുവിൻ്റെ പ്രതീക്ഷയല്ല, ശത്രുവിൻ്റെ കൈയല്ല സ്തോത്രം നാം ഓരോരുത്തരും യഹോവയുടെ ഉള്ളം കൈകളിൽ സുരക്ഷിതരായിരിക്കുകയാൽ, സ്തോത്രം ദൈവത്തിൻ്റെ കൈകളുടെ സൃഷ്ടിയായിരിക്കുകയാൽ നാം ഓരോരുത്തരും യഹോവയുടെ കൈക്കലെ ആടുകളായി യഹോവയുടെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി യാതൊരു ശത്രുവിൻ്റെ കൈയും നമ്മുടെ നേരെ നീട്ടുവാൻ, നമ്മെ തകർക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. അതുപോലെ എത്ര വലിയൊരു കൂട്ടം നമ്മുടെ തകർച്ച കാണുവാൻ, അനർത്ഥം കാണുവാൻ, ശൂന്യത കാണുവാൻ, നശിച്ചു പോകുന്നത് കാണുവാൻ കാത്തിരുന്നാലും, സ്തോത്രവും ഹല്ലേലൂയ, രാത്രിയിലെ 4-ാം യാമത്തിൽ ഇറങ്ങി തൻ്റെ ശിഷ്യഗണത്തെ വിടുവിച്ച കർത്താവ് സ്തോത്രം നിശ്ചയമായി തകരും, നിർമൂലമാകും എന്ന് നാം ചിന്തിക്കുന്നതിൻ്റെ തൊട്ടു മുൻപായി തന്നെ പത്രോസിനെ ഇറങ്ങി വന്ന് വിടുവിച്ച കർത്താവിൻ്റെ ദൂതൻ. സ്തോത്രം. അത് പത്രോസ് തൻ്റെ ജീവിതത്തിൽ വാസ്തവമായി അറിയുന്നു. അതേ അധ്യായം തന്നെ സ്തോത്രം സ്തോത്രം അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു, പത്രോസ് വീണ്ടും കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് പട്ടണം തോറും സഞ്ചരിക്കുന്നു. സ്തോത്രം. എന്നാൽ അതേ അധ്യായം അതിൻ്റെ 23-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായിയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. സ്തോത്രം. ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 23. Immediately, because Herod did not give praise to God, an angel of the Lord struck him down, and he was eaten by worms and died. Amen. ഇപ്പോൾ ഏത് കരമാണോ പത്രോസിനെ പിടിച്ചത്, സ്തോത്രം, ആ കരത്തിൽ യഹോവയുടെ ദൂതനെ അയച്ച് ദൈവം പത്രോസിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. എന്നാൽ യഹോവയുടെ ദൂതൻ തന്നെ ആ ശത്രുവിനെ, ആ രാജാവിനെ അടിച്ചതായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. സ്തോത്രം. ആ രാജാവ് കൃമിക്കിരയായി പ്രാണനെ വിട്ടു. കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കായിയാൽ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നാം ഇന്ന് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ആയതിനാൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്തോത്രം ഒരിക്കലും അഹങ്കരിക്കാതെ, നിഗളിക്കാതെ ദൈവത്തിൻ്റെ സ്ഥലത്തിൽ നമ്മെ തന്നെ താഴ്ത്തുമെങ്കിൽ കർത്താവ് ദൂതനെ അയച്ചു നമ്മെ വിടുവിക്കും. അല്ല എങ്കിലോ സ്തോത്രം സ്തോത്രം നാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സ്തോത്രം. അങ്ങനെ ഈ രാജാവ് സ്തോത്രം അവിടെ ദൂതൻ്റെ കയ്യാൽ സ്തോത്രം ഹല്ലേലൂയ പ്രാണനെ വിടുവാനിടയായി തീർന്നു. എന്നാൽ യഹോവയുടെ വചനമോ മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. സ്തോത്രോ. But the word of God continued to spread and flourish. Hallelujah. പ്രിയ ദൈവമക്കളെ, ആകാശം മാറിപ്പോ ഭൂമി മാറും, എന്നാൽ യഹോവയുടെ വചനങ്ങൾക്കോ യാതൊരു മാറ്റവുമില്ല. അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എല്ലായ്പ്പോഴും ആമേൻ എന്ന് തന്നെയാണ്. സ്തോത്രം. ആയതിനാൽ ദൈവിക വാഗ്ദത്വമുള്ള ദൈവിക വചനം പ്രമാണിച്ച് ജീവിക്കുന്ന നമ്മെ തകർത്ത് കളയുവാൻ യാതൊരു
ശത്രുവിൻ്റെ കയ്യിലും കർത്താവ് നമ്മെ ഏൽപ്പിച്ച് കൊടുക്കുകയില്ല. സകല പ്രതീക്ഷയിൽ നിന്നും കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരും, നമ്മെ വിടുവിക്കും. പത്രോസിനെ വിടുവിച്ച കർത്താവ് ഇന്നും ജീവനോടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനാഥ, യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്നും പത്രോസിനെ കർത്താവ് വിടുവിച്ചു എന്ന് താൻ വാസ്തവമായി തിരിച്ചറിഞ്ഞതുപോലെ ഈ നാടുകളിൽ കർത്താവ് സംശയിക്കാതെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല. അതേ കർത്താവേ, സ്തോത്രം. അങ്ങയുടെ കരം നീട്ടിയ ഭുജത്താൽ ബലമുള്ള കൈയാൽ ഇസ്രായേൽ മക്കളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന കർത്താവ്, ആത്മീയ ഇസ്രായേലിയരായി ഞങ്ങളെയും വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന വാഗ്ദത്തം പ്രാപിച്ച പത്രോസിനെ തകർത്ത് കളയുവാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്നതിന് മുൻപേ കർത്താവേ, സ്തോത്രം, ദോഷം വരുത്തുവാൻ, പ്രതികൂലം വരുത്തുവാൻ ഉയർന്നു നിൽക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യഹൂദ ജനത്തിൻ്റെ ശത്രുവിൻ്റെ പ്രതീക്ഷയല്ല കർത്താവേ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ നിവർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് കർത്താവ് ഏതൊക്കെ അവസ്ഥയിലായിരുന്നാലും, ഏതന്ധകാരത്തിലായിരുന്നാലും, കാരാഗ്രഹത്തിലായിരുന്നാലും, എത്ര ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയായിരുന്നാലും, ഒറ്റപ്പെട്ട അനുഭവമായിരുന്നാലും കർത്താവ്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു വിടുവിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അച്ചരത്തിനൊരു രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ, വിടുവിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, താഴ്ത്തുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.